വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതിമത രാഷ്ട്രീയമൊന്നും ബാധിക്കാതെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളുമായി സാറ്റലൈറ്റ് ചാനലുകൾക്കൊപ്പം സോഷ്യൽ മീഡിയയും സജീവമാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വിദേശത്തുള്ളവർ കൂടുതലും ആശ്രയിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളെയാണ്. എന്നാൽ ഇന്നലെ സി കേരളം സീരിയലിലെ ഒരു താരത്തിന് വയനാട് ദുരന്തത്തിൽ ദാരുണാന്ത്യം എന്ന രീതിയിലൊരു വാർത്ത ഒരു യൂട്യൂബ് ചാനലിൽ ഞെട്ടിപ്പിക്കുന്ന തലക്കെട്ടോടെ വന്നിരുന്നു. പ്രത്യേകിച്ച് സീരിയൽ പ്രേക്ഷകരെയും കലാകാരന്മാരെയും ഈ വാർത്ത അസ്വസ്ഥയും വിഷമവും ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം സീരിയലിന്റെ ക്യാമറാമാൻ ഷിജുവാണ് അപകടത്തിൽ ദാരുണാന്ത്യമുണ്ടായത്. മലയാളം സിനിമയിലെ ഡയറക്ടേഴ്സ് യൂണിയനായ ഫെബ്കയാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഈ വാർത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചത് ഹിബ ജാസ്മിൻ എന്ന യൂട്യൂബ് ചാനലാണ്. കാശു കിട്ടാൻ വേണ്ടി പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ ഞെട്ടിക്കുന്ന ഒരു ക്യാപ്ഷൻ. വീഡിയോയും വൈറലായി. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ കൂടി പറയിപ്പിക്കുന്ന ഈ വ്യാജ ക്യാപ്ഷനോടെ എത്തിയ വാർത്തയ്ക്കെതിരെ സിനിമാ സീരിയൽ താരവും സാമൂഹ്യ പ്രവർത്തകയുമായ സീമാജി നായർ ശക്തമായി പ്രതികരിച്ചിരുന്നു. ഇത്രയും പച്ച നുണ എഴുതി വിടുന്നത് എന്തിനാണ്? ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇതുമാതിരി ഹെഡിങ് കൊടുക്കുമ്പോൾ എത്രയോ പേർക്കാണ് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. വീഡിയോയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സീരിയൽ കലാകാരന്മാരെയാണ് കാണിച്ചിരിക്കുന്നത്. ഫോക്കസ് പുള്ളർ ഷിജു എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? വയനാട് ദുരന്തവും മരണങ്ങളും ദയവ് ചെയ്ത് വിറ്റ് കാശാക്കരുത് എന്നാണ് സീമാജി നായർ പറയുന്നത്. ഞാൻ തന്നെ ഇതുകൊണ്ട് ഞെട്ടിപ്പോയി. അങ്ങനെയാണ് ഞാൻ ഇത് വായിച്ചതെന്നും താരം കുറിക്കുന്നു. കഷ്ടം, സീരിയൽ താരത്തിന് ദാരുണാന്ത്യമെന്ന്. ദയവ് ചെയ്ത് കാശുണ്ടാക്കാനായി ഇതുപോലുള്ള വാർത്തകൾ പടച്ചുവിടരുത്. ഇങ്ങനെയായിരുന്നു സീമാജി നായർ കുറിച്ചത്. സത്യത്തിൽ തെറ്റായ രീതിയിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് വലിയ കുറ്റകരമായ പ്രവൃത്തിയാണ്. റീച്ച് കൂട്ടാൻ ആകർഷകമായ ടൈറ്റിലും ക്യാപ്ഷനുമൊക്കെ കൊടുക്കാം. പക്ഷേ ഒരു ദുരന്തം വിറ്റു തിന്നാൻ ഇത്തരം കണ്ണിൽ ചോരയില്ലാത്ത മാർഗങ്ങൾ തേടുന്നവർ ഈ മേഖലയ്ക്ക് തന്നെ അപമാനമാണ്.